ആരാണ് റബ്ബ്? വിശുദ്ധ ഖുർആനിന്റെ മനോഹരമായ ഒരു വചനമുണ്ട്. നമുക്കറിയാം, നമ്മളൊക്കെ ഒരു മാതാവിന്റെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നവരാണ്, അല്ലേ? വല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാതികും ലാ തഅലമൂന ശൈഅ. ഒന്നും അറിയാത്തവരായി. 16-ാം അധ്യായം 78-ാമത്തെ വചനമാണ്. മാതാവിന്റെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തോട്ട് വന്നു. എങ്ങനെ? ഖലഖം മിൻ ബഅദി ഖൽഖിൻ ഫീ ദുലുമാതിൻ സലാസിൻ ദാലികുമുല്ലാഹു റബ്ബുക്കും. കണ്ടോ? ദാലികുമുല്ലാഹു റബ്ബുക്കും. ആരാ റബ്ബ്? 3 ഇരുട്ടറകൾക്കുള്ളിൽ നിങ്ങളെ വളർത്തിയ. എന്താണ് ഈ 3 ഇരുട്ടറ? എംബ്രിയോളജി. നിങ്ങളൊക്കെ ഒരുപക്ഷെ പഠിക്കാൻ പോകുന്ന, വിശാലമായി പഠിക്കാൻ പോകുന്ന, ഡിഗ്രി തലത്തിലൊക്കെ കൂടുതൽ പഠിക്കാൻ പോകുന്ന എംബ്രിയോളജി, അതിൽ വിശുദ്ധ ഖുർആൻ 39-ാം അധ്യായം 6-ാമത്തെ വചനത്തിൽ പറയാണ്, മാതാവിന്റെ വയറാകുന്ന ഭിത്തി, ഗർഭപാത്രത്തിന്റെ 2-ാമത്തെ ഭിത്തി, ആംനിയോ കോറിയോൺ പാട ഉൾക്കൊള്ളുന്ന 3-ാമത്തെ ഭിത്തി. വിശുദ്ധ ഖുർആന്റെ പ്രയോഗം എന്താണ്? 1400 വർഷങ്ങൾക്ക് മുമ്പ് അക്ഷരജ്ഞാനമില്ലാത്ത പ്രവാചക തിരുമേനി, ഡീംഡ് യൂണിവേഴ്സിറ്റികൾ കണ്ടിട്ടില്ലാത്ത നമ്മുടെ പ്രവാചക തിരുമേനി, ബാപ്പാനെയും ഉമ്മയോ കണ്ട് സ്നേഹത്തോടുകൂടി ജീവിക്കാൻ അവസരമില്ലാത്ത നമ്മുടെ പ്രവാചക തിരുമേനി, ഒട്ടകത്തിന്റെ സഞ്ചാരത്തിനനുസരിച്ച് ടെന്റ് കെട്ടി ജീവിച്ച അറബുകളിൽ ഒരാളായിരുന്ന പ്രവാചക തിരുമേനി, സഹസ്രാബ്ദങ്ങൾക്ക് ഇപ്പുറത്ത് മോഡേൺ സയൻസ് കണ്ടെത്തിയ എംബ്രിയോളജിയിലെ അത്ഭുതകരമായ ഒരു പരാമർശമാണ് ഇവിടെ നടത്തുന്നത്. എന്ത്? 3 ഇരുട്ടറകൾക്കുള്ളിൽ ഒരു ഘട്ടത്തിന് ശേഷം മറ്റൊരു ഘട്ടമായി നിങ്ങളെ വളർത്തിയവൻ അവനല്ലയോ നിങ്ങളുടെ റബ്ബ്?